ഞാൻ ആദ്യമായിട്ട് മഹാത്മാ അയ്യങ്കാളിനെ പറ്റി കേൾക്കുന്നത് പാഠപുസ്തകങ്ങളിലൊക്കെയാണ്. പക്ഷേ സാധാരണ ഏതൊരു നവോത്ഥാന നായകന്മാരെ പോലെയും നമ്മൾ എന്തിനാണ് ഇദ്ദേഹത്തെ പറ്റി പഠിക്കുന്നത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എനിക്കുണ്ടായിരുന്നത് സ്കൂൾ കാലഘട്ടത്തിലൊക്കെ. അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നിട്ട് അപ്രതീക്ഷിതമായി വെങ്ങാനൂർ സ്കൂളിൽ പോകേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായി. വെങ്ങാനൂർ സ്കൂളിൽ പോയിട്ട് അന്ന് തന്നെ എനിക്ക് കൊല്ലത്തേക്ക് ആറ്റിങ്ങൽ ആ ഒരു സ്ഥലത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായി. അപ്പോൾ വെങ്ങാനൂർ പോയപ്പോൾ ഞാൻ അവിടെ അയ്യങ്കാളി സ്ഥാപിച്ച പള്ളിക്കൂടവും ഒക്കെ കാണുകയുണ്ടായി. അതിനുശേഷം ഞാൻ അന്ന് തന്നെ ആറ്റിങ്ങലേക്ക് പോകുന്ന വഴി അവിടെ പോയി കുമാരനാശാന്റെ തോന്നയ്ക്കലെ ആശാൻ സ്മാരകം സന്ദർശിച്ചു. അപ്പൊ ഞാൻ അയ്യങ്കാളിയുടെ ആ ഒരു വെങ്ങാനൂർ സ്കൂളിൽ ചെന്നപ്പം എനിക്ക് അവിടെ കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. കാരണം ഞാൻ വെങ്ങാനൂർ പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് അയ്യങ്കാളിയെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ തുടങ്ങി. അതായത് എനിക്ക് കുറച്ചൊരു ഇൻസൈറ്റ് ലഭിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. പക്ഷെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ സ്കൂളൊക്കെ കുറെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി കിടക്കുന്നു. അതുപോലെ തന്നെ അയ്യങ്കാളി അവസാന കാലങ്ങളിൽ താമസിച്ച സ്ഥലം അത് ഭയങ്കര കാഷ്വൽ ആയിട്ട് ഒരു സാധാരണ ഒരു ആ സ്കൂളിന്റെ മേലിലൊരു ഭാഗമാണ്. അതിങ്ങനെ ഒരു ആരും നോക്കാതെ സർക്കാർ വക സംരക്ഷിക്കാതെ ഒക്കെ കിടക്കുന്നു. അവിടെ അയ്യങ്കാളിയുടെ ഒരു സ്മാരകം ഉണ്ട്. ഒരു ജസ്റ്റ് ഒരു ഫലകം പോലെയൊക്കെയുള്ള ഒരു സംഭവം അവിടെ സെറ്റപ്പ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സ്കൂളിന്റെ മേലിൽ അയ്യങ്കാളി താമസിച്ചിരുന്ന സ്ഥലം ഭയങ്കര ആരും നോക്കാതെ വെറുതെ സർക്കാരൊന്നും അതിനെ ഏറ്റെടുക്കാത്ത പോലെ എനിക്ക് തോന്നി. അത് കഴിഞ്ഞ് ഞാൻ നേരെ പോയത് പിന്നെ ആറ്റിങ്ങൽ ആ വഴി പോയപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ കുമാരനാശാന്റെ തോന്നയ്ക്കൽ സ്മാരകത്തിൽ കയറി നോക്കി. അപ്പൊ അവിടെ കയറിയപ്പോൾ ഭയങ്കരമായിട്ട് പച്ച പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് എല്ലാം വളരെ മനോഹരമായി പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. അപ്പം ഗവൺമെന്റ് തന്നെ ഒരു അയ്യങ്കാളിനെ പോലെയുള്ള ഒരു മഹാനായിട്ടുള്ള ഒരു നേതാവ്, അത്രയും വലിയൊരു സമര നേതാവിന്റെ ഒരു അവശേഷിപ്പുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഓർമ്മ, അദ്ദേഹത്തിന്റെ സ്മാരക സ്ഥലത്തെ ഭയങ്കര തഴഞ്ഞിട്ടേക്കുന്നതും, എന്നാൽ ഇപ്പുറത്ത് കുറച്ചൊരു 50-60 കിലോമീറ്റർ മാറിയിട്ടുള്ള തോന്നയ്ക്കൽ ആശാൻ സ്മാരകം വളരെ പച്ച പിടിപ്പിച്ച് വെച്ചേക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഇതിനകത്ത് എന്തോ ഒരു പന്തികേട് തോന്നി. കാരണം എന്തുകൊണ്ടായിരിക്കും ഒരാളെ ഇത്ര തഴയുന്നത് എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ അയ്യങ്കാളിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം അയ്യങ്കാളിനെ പറ്റി കൂടുതലായി അറിഞ്ഞപ്പോൾ ഞാൻ അയ്യങ്കാളിനെ നോക്കിക്കാണുന്നത്, എല്ലാവരും അദ്ദേഹത്തെ ഒരു ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ഒരു കർഷക സമരം അങ്ങനെയൊക്കെ ആയിരിക്കും നോക്കിക്കാണുന്നത്. ദളിത് ആക്ടിവിസ്റ്റ് ആയിട്ടായിരിക്കും എല്ലാവരും നോക്കിക്കാണുക. പക്ഷെ ഞാൻ അദ്ദേഹത്തെ കൂടുതലായിട്ട് നോക്കിക്കാണുന്നത് ഒരു വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത ഒരാള് എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിക്കാണുന്നത്. അന്ന് അവർണർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആൾക്കാർ, ഡിപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർക്ക് സ്കൂളിൽ പോകാനോ ഒന്നും സാധിച്ചിരുന്നില്ല. അയ്യങ്കാളി ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിരക്ഷരനായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടാത്ത ഒരാളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ തലമുറയ്ക്ക് വിദ്യാഭ്യാസം കിട്ടിയില്ലെങ്കിലും ഇനി വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസം വേണം എന്ന് വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പഞ്ചമി എന്ന ഒരു പെൺകുട്ടിയെയാണ് അദ്ദേഹം ഒരു ഉട്ടമ്പല സ്കൂളിലേക്ക് കൊണ്ടുചെന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഒരു ആൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോയാൽ പോരെ? പക്ഷെ ആൺകുട്ടീനെ അല്ല, അദ്ദേഹം ഒരു പെൺകുട്ടീനെയാണ് കൂട്ടിക്കൊണ്ട് പോയത്. അതിൽ നിന്ന് തന്നെ ഒരു സ്ത്രീ മുന്നേറ്റത്തിന്റെ ഒരു നേതാവായിട്ടാണ് ഞാൻ അയ്യങ്കാളിയെ കണ്ടത്. അപ്പൊ വിദ്യാഭ്യാസം എത്രത്തോളം പ്രധാനപ്പെട്ട ഒന്നാണ്, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത അയ്യങ്കാളിയുടെ മനസ്സിലുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പറയേണ്ടത് സവർണ സ്ത്രീകൾക്ക് പോലും വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അത്രയും പുറത്തേക്കുള്ള ആ ഒരു എക്സ്പോഷർ വളരെ കുറഞ്ഞ കാലമായിരുന്നു. സവർണ സ്ത്രീകളെ ഉൾപ്പെടെ അടിച്ചമർത്തിയ കാലമായിരുന്നു. അന്നാണ് അദ്ദേഹം അവർണയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്നെ ആ സ്കൂളിലേക്ക് പഠിപ്പിക്കാനായി കൊണ്ടുപോയത്. ആ പെൺകുട്ടിയെ സെലക്ട് ചെയ്തത് എനിക്ക് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം അദ്ദേഹത്തിന് അതിനെപ്പറ്റി ഒരു വളരെ നല്ലൊരു ബോധം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ സ്കൂള് ഇതുപോലെ തന്നെ അവിടുത്തെ നായർ പ്രമാണിമാരും മുന്തിയ ജാതിയിൽപ്പെട്ട ആൾക്കാരും ഒക്കെ തീയിടുകയും, അപ്പൊ വിദ്യാഭ്യാസം ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്ക് വിദ്യാഭ്യാസം കിട്ടിയാൽ അവർ മുന്നേറുമെന്ന് കറക്റ്റ് ആയിട്ട് ഈ സവർണ സമുദായത്തിന് അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സ്കൂളിന് തീയിടുകയും അങ്ങനെ പിന്നീട് അയ്യങ്കാളി സ്ഥാപിച്ചതാണ് നമ്മുടെ വെങ്ങാനൂരുള്ള സ്കൂൾ എന്ന് പറയുന്നത്. അയ്യങ്കാളി എന്റെ ജീവിതത്തിൽ ഇതെങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് പറഞ്ഞാൽ, എന്റെ ജീവിതത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ഞാനിപ്പം ഒരു MEd ഗ്രാജുവേറ്റ് ആണ്, അതായത് രണ്ടാമത്തെ PG ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്കൊരു ഇൻസൈറ്റ് ലഭിക്കുള്ളൂ, നമുക്ക് കൂടുതൽ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കാൻ പറ്റത്തുള്ളൂ, നമുക്ക് കൂടുതലായിട്ടുള്ള ഇൻസൈറ്റ് ലഭിക്കൂ എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നത് അയ്യങ്കാളിയുടെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ പറ്റിയൊക്കെ വിശകലനം ചെയ്തപ്പോഴാണ്. വിദ്യാഭ്യാസം എല്ലാവരും കരുതുന്നത് അതൊരു ജോലി കിട്ടാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ അതൊരു ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ്. ശരിക്കും വിദ്യാഭ്യാസം അത്തരത്തിലൊന്നുള്ളതല്ല. വിദ്യാഭ്യാസം മനുഷ്യനെ ചിന്തിപ്പിക്കാനും അവരുടെ അവകാശങ്ങളെ പറ്റി തിരിച്ചറിയാനും കൂടുതൽ പഠിക്കാനും കൂടുതൽ ലോകവിവരം ഉണ്ടാവാനും, എന്താണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മുടെ എക്സിസ്റ്റൻസ് എന്തിനാണ്, നമ്മൾ എന്തെങ്കിലും ഒപ്രഷൻ അനുഭവിക്കുന്നുണ്ടോ, അതുപോലെ നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാൻ പറ്റുമോ, നമുക്ക് നമ്മുടെ സഹജീവികളോട് എങ്ങനെ പെരുമാറാൻ വേണ്ടി പറ്റും, എല്ലാവർക്കും ഇവിടെ തുല്യത കിട്ടുന്നുണ്ടോ, നമ്മൾക്ക് നമ്മളിലേക്ക് സ്വന്തമായിട്ട് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം കൂടിയാണ് വിദ്യാഭ്യാസം. ജോലിക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എന്നതിലുപരി ബാക്കി രീതിയിലുള്ള
വിദ്യാഭ്യാസത്തിന്റെ വേറെ തലങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി എന്നെ അയ്യങ്കാളി ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മഹാത്മാ അയ്യങ്കാളി നയിച്ച കർഷക സമരമാണ്. കർഷക സമരമാണെന്ന് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്ന വിദ്യാഭ്യാസ സമരം തന്നെയാണ്. പലരും പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന് പറയുന്ന ആ ഒരു സമരത്തെ കർഷക സമരമായിട്ടാണ് കാണുന്നത്. പക്ഷെ ഞാൻ ഒരിക്കലും കർഷക സമരമായിട്ടല്ല അതിനെ നോക്കിക്കാണുന്നത്. അതൊരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിരുന്നു. അതായത് നമ്മൾ പട്ടിണി കിടക്കാൻ വരെ തയ്യാറാണ്. കാരണം നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി, ഞങ്ങൾക്കോ വിദ്യാഭ്യാസം ലഭിച്ചില്ല, ഞങ്ങളുടെ തലമുറകൾക്കോ വിദ്യാഭ്യാസം ലഭിച്ചില്ല. പക്ഷെ ഇനിയുള്ള തലമുറയ്ക്കെങ്കിലും വിദ്യാഭ്യാസം ലഭിച്ചാൽ മാത്രമേ ഈ ഒരു ഒപ്രഷനിൽ നിന്ന്, ഈ ഒരു അടിച്ചമർത്തലിൽ നിന്ന് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഇൻസൈറ്റ് ലഭിച്ച് പുറത്തേക്ക് വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. നമ്മളെ ആർക്കും വിദ്യാഭ്യാസം ലഭിച്ച ഒരാളെ ഒപ്രസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഭൗതികമായിട്ട് കീഴ്പ്പെടുത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള ആ ഒരു തോട്ടിൽ നിന്നും പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്ന് പറയുന്നത്, അതായത് ഞങ്ങൾ പട്ടിണി കിടക്കാൻ തയ്യാറാണ്, ഞങ്ങൾ പാടത്ത് വിതയ്ക്കില്ല, ഞങ്ങൾ പട്ടിണി കിടന്നോളാം, പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം തരണം എന്നുള്ള രീതിയിലുള്ള ഒരു സമരമായിരുന്നു. അത് ഒരു കർഷക സമരമല്ല. കർഷക സമരം എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ഒരു തുല്യ വേതനത്തിന് വേണ്ടിയുള്ള സമരമോ അല്ലെങ്കിൽ ഒരു ആ തൊഴിലിടത്തെ കർഷകർ അനുഭവിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് വേണ്ടിയുള്ള സമരമാണെങ്കിൽ നമുക്കതിനെ കർഷക സമരമായിട്ട് വ്യാഖ്യാനിക്കാം. പക്ഷെ ഇതൊരിക്കലും അയ്യങ്കാളി നടത്തിയത് ഒരു കർഷക സമരമായിട്ട് ഞാൻ കാണുന്നില്ല. അത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് അദ്ദേഹം രൂപീകരിച്ച സാധുജന പരിപാലന സംഘം, അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും സ്ത്രീകളാണ് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ പൈസകളൊക്കെ പിരിച്ചു കൊടുത്തത്. സ്ത്രീകൾ അതിനകത്ത് ഒരുപാട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ അയ്യങ്കാളിനെ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കല്ലുമാല സമരം, നമ്മുടെ ഈ ഇന്ത്യയിലെ ജാതി സിസ്റ്റത്തിനകത്ത് ഓരോ പ്രാദേശിക സ്ഥലങ്ങളിൽ പല പല രീതിയിലുള്ള ജാതിയുടെ സിമ്പലുകൾ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മൾ മഹാരാഷ്ട്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ചില സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നടക്കുമ്പോൾ ചൂല് പുറകിൽ കെട്ടിയിട്ടുകൊണ്ട് നടക്കണമായിരുന്നു. കാരണം അതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ചാൽ ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴി അശുദ്ധമാണ്, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വഴി അശുദ്ധമാകുമ്പോൾ പുറകിൽ ഒരു ചൂല് കെട്ടിയിടുവാണെങ്കിൽ ആ ചൂലിങ്ങനെ അതിങ്ങനെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ ആ വഴി ശുദ്ധമായി മാറും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഒക്കെ ആയിരുന്നു. അപ്പൊ അതിന്റെ പോലെ തന്നെ അപ്പൊ ജാതിയുടെ പല പല അടയാളങ്ങൾ പല പല ഇന്ത്യയിലെ പല പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് മുറ്റത്തേക്ക് അല്ലെങ്കിൽ വഴിയിലൊന്ന് തുപ്പാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അതായത് ഒരു മൺകുടം കഴുത്തിൽ കെട്ടി തൂക്കിക്കൊണ്ട് നടക്കണമായിരുന്നു ഡിപ്രസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ആൾക്കാർ. കാരണം അവരുടെ തുപ്പൽ വീഴുന്ന സ്ഥലം ഭയങ്കര അശുദ്ധമാണ്. ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ആ ജാതീയപരമായിട്ടുള്ള ഒരു സിമ്പൽ ആയിരുന്നു നമ്മുടെ ഇവിടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്ന കല്ലുമാല എന്ന് പറയുന്ന കോൺസെപ്റ്റ്. അതായത് കല്ല് വെച്ച ആഭരണങ്ങൾ, സാധാരണ സ്ത്രീകൾ ഗോൾഡിന്റെ ആഭരണങ്ങൾ, അതുപോലെ തന്നെ സിൽവർ, അതുപോലെ തന്നെ മെറ്റാലിക് ആയിട്ടുള്ള ആഭരണങ്ങൾ, ലസ്ട്രസ് ആയിട്ടുള്ള ആഭരണങ്ങൾ ധരിക്കുമ്പം സോക്കോൾഡ് ഡിപ്രസ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് അവർക്ക് ആഭരണങ്ങൾ ധരിക്കാൻ വേണ്ടി അവർക്ക് അവകാശമില്ലായിരുന്നു. അവർ ആഭരണങ്ങൾ ധരിക്കുകയാണെങ്കിൽ അത് കല്ല് കെട്ടി വെച്ചിട്ടുള്ള, കല്ലുകൊണ്ടുള്ള മൂക്കുത്തി, കല്ലുകൊണ്ടുള്ള മാല, അതുപോലെ തന്നെ ഇരുമ്പു വളയം, ഇങ്ങനെയുള്ള ആഭരണങ്ങളൊക്കെയായിരുന്നു അവർ ധരിക്കേണ്ടിയിരുന്നത്. അത് അവരുടെ ഇഷ്ടപ്രകാരമല്ല, അത് ജാതി വ്യവസ്ഥയുടെ സിംബോളിക് ആയിട്ട് അവിടുത്തെ സ്ത്രീകൾ ധരിക്കേണ്ട ഒരു സംഭവമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ കുറെ സ്ത്രീകൾ ഒരുമിച്ച് വരികയും ആ കല്ലുമാല പൊട്ടിച്ചെറിയുകയും ചെയ്തു. ആ ഒരു സമരത്തിന് വളരെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ട് കൊടുത്തത് അയ്യങ്കാളിയാണ്. അപ്പം നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ളതല്ല, നമ്മൾ എന്ത് ധരിച്ചാലും അത് അടിമത്തത്തിന്റെ സിമ്പലായിട്ട് നമ്മൾ എന്ത് ധരിക്കുന്നു അത് നമ്മളെല്ലാം വലിച്ചെറിയണം. ഇപ്പം ചില ആൾക്കാർ ചോദിക്കും, പണ്ട് മാറ് മറയ്ക്കാൻ വേണ്ടി സമരം നടത്തിയിട്ടുണ്ട്, ഇപ്പം നിങ്ങൾ മാറ് തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റ് ഒക്കെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണോ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നത്, എന്തിനാണോ നമുക്ക് അടിമത്തം കൽപ്പിക്കുന്നത്, അത് നമ്മൾ വലിച്ചെറിയണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കല്ലുമാല വലിച്ചെറിയുക എന്ന് പറയുന്ന അതൊരു അടിമത്തത്തിന്റെ സിമ്പലാണ്, ഒരു ജാതീയതയുടെ സിമ്പലാണ്. അത് വലിച്ചെറിയാൻ വേണ്ടി നടന്ന സമരത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് മഹാത്മാ അയ്യങ്കാളിയായിരുന്നു. അപ്പം അദ്ദേഹത്തെ ഞാൻ എപ്പോഴും ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് തന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അദ്ദേഹം ഒന്നാമത്തെ കാര്യം, വിദ്യാഭ്യാസം നിഷേധിച്ച ഒരു സമുദായത്തിൽ നിന്ന് ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് മുന്നോട്ട് കൊണ്ടുവന്നപ്പം അത് അദ്ദേഹം ഒരു ആൺകുട്ടിയെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തില്ല, ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് 2 ഡയമെൻഷനാണ് ഉള്ളത്. ഒരു സ്ത്രീ മുന്നേറ്റവും, രണ്ടാമത്തത് ഇതുപോലെ ഡിപ്രസ്ഡ് ആയി കിടക്കുന്ന ആൾക്കാർക്ക് ഒരു വിദ്യാഭ്യാസം കിട്ടുക എന്നുള്ളൊരു കാര്യവും. രണ്ടാമത്തത് കല്ലുമാല സമരം, അതിനകത്തും അദ്ദേഹം സ്ത്രീ മുന്നേറ്റമാണ്, സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ സ്ത്രീകളെ ലൈംഗിക വസ്തുവായി കാണുക അല്ലെങ്കിൽ ഒരു ഒബ്ജക്ടിഫൈ ചെയ്ത് കാണുക എന്ന് പറയുന്നത് സവർണ്ണ സമുദായത്തിന്റെ ഒരു കാഴ്ചപ്പാടാണ്. അതുകൊണ്ടാണ് മാറ് മറയ്ക്കാൻ അവർക്ക് അവകാശമില്ലാതിരുന്നത്. അതുപോലെ ഈ സവർണ്ണ മേധാവിമാർ വരുമ്പോൾ അവര് മാറ് ഇങ്ങനെ താത്തിയിട്ട് ഇങ്ങനെ കുനിഞ്ഞൊക്കെ നിൽക്കണമായിരുന്നു. അതൊക്കെ അപ്പൊ സ്ത്രീകളെ സെക്ഷലൈസ് ചെയ്ത് സെക്ഷലൈസ് ചെയ്യുന്നത് ഒരു സവർണ്ണ മേധാവിത്വത്തിന്റെ ഒരു സിമ്പലാണ്. അത് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ ശക്തമായിട്ട് അന്നത്തെ കാലത്ത് പ്രതികരിച്ച ഒരു വ്യക്തിയാണ് മഹാത്മാ അയ്യങ്കാളി. പിന്നെ സാധുജന പരിപാലന സംഘത്തിലാണെങ്കിലും അദ്ദേഹം സ്ത്രീകളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒരു ഫെമിനിസ്റ്റ് ആയിട്ടാണ് ഞാൻ അയ്യങ്കാളിനെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ വിദ്യാഭ്യാസം, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കുള്ളൂ എന്നുള്ളൊരു
പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് നിരക്ഷരനായിട്ടുള്ള അദ്ദേഹത്തിന് കിട്ടി. മാത്രമല്ല അദ്ദേഹം നിരക്ഷരനായിട്ടും കൂടെ രാജാവിന്റെ പ്രജാസഭയിൽ അദ്ദേഹത്തിന് മെമ്പർ ആവാൻ വേണ്ടി പറ്റി. ഇന്ന് നമ്മൾ ഈ അനുഭവിക്കുന്ന ഈ ഒരു റിസർവേഷൻ, അതുപോലെ തന്നെ നമുക്കിപ്പോൾ സ്കൂളിൽ പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് സ്ത്രീകൾക്ക്. അതൊക്കെ അന്നത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു പവർ കൊണ്ടായിരുന്നു. അദ്ദേഹം വെറും ഒരു പ്രാസംഗികൻ മാത്രമല്ലായിരുന്നു, അദ്ദേഹം ഒരു പോരാളിയായിരുന്നു. അദ്ദേഹം അതുപോലെ തന്നെ ഒരു വിഷൻ ഉള്ള ഒരുപാട് ദൂരെ കാഴ്ചയുള്ള, അതായത് ഒരുപാട് കാലം മുന്നോട്ട് അദ്ദേഹം ചിന്തിച്ചിരുന്നു. ഇതൊക്കെ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് പഠിക്കണമെന്നും അതിനെപ്പറ്റി നമ്മൾ പഠനത്തിലൂടെ മാത്രമേ, വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമ്മളെ ഒപ്രസ്ഡ് ആയിട്ടുള്ള നമുക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാവുള്ളൂ എന്നും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾക്ക് നമ്മളുടെ വോയിസ്, നമുക്ക് പറയാനുള്ള കാര്യം ആരെയും ഭയക്കാതെ നിർഭയമായിട്ട് വിളിച്ചു പറയണം എന്നൊക്കെയുള്ള ഒരു ഐഡിയ എന്നിലേക്ക് തന്നത് മഹാത്മാ അയ്യങ്കാളിയാണ്.